ഈ സീരിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇയർ പ്ലസ് വൺ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. തുടർന്ന് പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും ടാലി പോലെയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റങ്ങളിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രത്യേകതകളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമ്മള് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ത്രൂ ബാങ്ക് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ സെയിൽസും പർച്ചേസും പേയ്മെന്റുകളും റെസിപ്റ്റുകളും എല്ലാം മെജോറിറ്റിയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ബൈ ക്യാഷ് ആയിട്ടല്ല, ബൈ ഹാൻഡ് ആയിട്ടല്ല, നമ്മുടെ ഓഫീസിന്റെ ക്യാഷ് കൗണ്ടറിലൂടെയല്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് കൗണ്ടറിലൂടെയല്ല. ബിസിനസ്സുകൾ എല്ലാം ചെയ്യുമ്പോൾ വലുതാവും തോറും ഇത് മെല്ലെ 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 ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ ബേർഡൻ നമ്മൾ ഈ റെസിപ്റ്റുകളുടെയും പേയ്മെന്റുകളുടെയും കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മെല്ലെ ബാങ്കിലേക്ക് എല്ലാം ബാങ്ക് ത്രൂവാണ്. നമുക്കറിയാം എല്ലാം ബാങ്ക് ത്രൂവാണ്. നമ്മൾ ചെറിയ ചെറിയ പർച്ചേസുകൾ തൊട്ട് വലിയ വലിയ ബിൽ പേയ്മെന്റുകൾ, അതുപോലെ ബിൽസ് എല്ലാം നമ്മൾക്ക് മെല്ലെ മെല്ലെ ഓൺലൈനായി തുടങ്ങി. അപ്പൊ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ രൂപത്തിലല്ല, പകരം ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്, ചെക്കുകളുമായി ബന്ധപ്പെട്ടതാണ്, ബാങ്കിലൂടെ നടക്കുന്ന ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ബാങ്കുമായി നടത്തുന്ന ട്രാൻസാക്ഷൻസ് കോൺട്രാ എൻട്രീസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മൾ ബാങ്കുമായി നടത്തുന്ന ട്രാൻസാക്ഷൻസ് കോൺട്രാ എൻട്രീസ് ആണ്. അല്ലാതെ പേയ്മെന്റുകളിൽ ബാങ്ക് ഉൾപ്പെടുന്ന പേയ്മെന്റുകളെല്ലാം ബാങ്കിലൂടെ നടത്തുന്ന സംവിധാനങ്ങളും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ബാങ്കുമായി നടത്തുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലാണ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലാണ്. നമുക്ക് വേണ്ടി ബാങ്കിലൂടെ എന്തെല്ലാം റെസിപ്റ്റുകൾ വന്നു, ബാങ്കിലൂടെ എന്തെല്ലാം പേയ്മെന്റുകൾ നമ്മൾ നടത്തി എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലാണ്. ഓക്കെ, ഇത് തന്നെ ബാങ്കിൽ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ഒരു കോപ്പി നമുക്ക് തരുന്നുണ്ട്. അത് പാസ്ബുക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് 10,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു, അല്ലെങ്കിൽ ബാങ്കിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് ഒരാൾക്ക് 10,000 രൂപ അയച്ചു കൊടുത്തു. ഇത് നമ്മൾ ചെയ്ത ഈ ട്രാൻസാക്ഷൻ, തോമസ് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ബാങ്കിലൂടെ 10,000 രൂപ നൽകി എന്ന ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി തോമസ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് നമ്മൾ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിൽ ഇത് രേഖപ്പെടുത്തി വയ്ക്കും. ഓക്കെ, ഇത് തന്നെ ബാങ്കും രേഖപ്പെടുത്തി വയ്ക്കും. ഓക്കെ, ബാങ്ക് എന്തൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് നമ്മുടെ പാസ്ബുക്കിലൂടെ നോക്കിയാൽ കാണാം. ബാങ്ക് നമുക്ക് തരുന്ന പാസ്ബുക്ക്, ആ സ്റ്റേറ്റ്മെന്റിലൂടെ നോക്കിയാൽ ബാങ്ക് ഇത് രേഖപ്പെടുത്തി വെച്ചതും കാണാം, നമ്മൾ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ട്രാൻസാക്ഷന് 2 രേഖപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അത് ബാങ്കും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇതേ ട്രാൻസാക്ഷൻ ബാങ്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി തോമസിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരേപോലെ പോകുന്ന 2 ഡോക്യുമെന്റുകളാണ്. നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ക്യാഷ് ബുക്കും ബാങ്ക് രേഖപ്പെടുത്തുന്ന ഈ പാസ്ബുക്കും, ബാങ്കിലെ രേഖകളിലുള്ള പണവും ഒരേപോലെ പോകുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപയുണ്ട് എന്ന് ചോദിക്കുന്നു. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് 90,000 രൂപയാണ് കാണിക്കുന്നത്. ബാങ്കിലും പോയി നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പൈസ 90,000 ആണ് അവിടെ. ബാങ്ക് ചോദിച്ചാൽ 90,000 എന്ന് ഉത്തരം പറയും, നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ 90,000 ആയിരിക്കും. ഇങ്ങനെ ഇതൊരു മിറർ ഇമേജ് ആയിട്ട് ഒരേപോലെ, നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഒരുപോലെ ഉണ്ടാവുന്ന 2 ഡോക്യുമെന്റുകളാണ് പാസ്ബുക്ക്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന, ബാങ്കാണല്ലോ പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പാസ്ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ബാങ്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനങ്ങൾ ബാങ്ക് രേഖപ്പെടുത്തി തരുന്ന ഒരു കോപ്പിയാണല്ലോ പാസ്ബുക്ക്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ട്രാൻസാക്ഷൻ, ബാങ്കുമായി നടന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ബാങ്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ബുക്കും, ബാങ്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പാസ്ബുക്കിലെ വിവരങ്ങളും, അല്ലെങ്കിൽ ബാങ്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന രേഖയിലെ വിവരങ്ങളും ഒരുപോലെ ആവേണ്ടതാണ്. ഇത് ഒന്ന് തന്നെയാണല്ലോ. ഞാൻ 10,000 രൂപ ബാങ്കിൽ ഇട്ടു ഞാൻ പറയുന്നു, ഞാൻ എഴുതി വെക്കുന്നു. ആ 10,000 രൂപ ബാങ്കിലാണല്ലോ ഇട്ടത്. ബാങ്ക് എഴുതി വെക്കുന്നു, അയാൾ 10,000 രൂപ അതാ ബാങ്കിൽ
ഞാൻ ഈ ബാങ്കിലെ പൈസ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു, 5000 രൂപ അയച്ചു കൊടുക്കുന്നു, 5000 രൂപ അയച്ചു കൊടുത്തു എന്ന് ഞാൻ എഴുതുന്നു. ഇനി എന്റെ ബാങ്കിൽ 5000 രൂപയുള്ളൂ എന്ന് ഞാൻ എഴുതുന്നു. ബാങ്ക് എഴുതുന്നു അയാളുടെ 5000 രൂപയിൽ നിന്ന് അയാൾ 5000 രൂപ അയച്ചു കൊടുത്തിരിക്കുന്നു, ഇനി അയാളുടെ 5000 രൂപയാണ് ബാക്കിയുള്ളത് എന്ന് ബാങ്ക് എഴുതുന്നു. ഇത് ഒരേ ഡോക്യുമെന്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ പേര് മാത്രമാണ് വ്യത്യാസം. ഒന്ന് ഞാൻ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളിലത് ഞാൻ എഴുതി വെക്കുകയാണ്. അപ്പൊ എന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ എന്ത് നടന്നു ബാങ്ക് എഴുതി വെക്കുകയാണ്. ഒരുപോലെ മിറർ ഇമേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഒരുപോലെ ഒരേ സാധനം തന്നെയാണ് ആക്ച്വലി ഇത്. രണ്ടെണ്ണമല്ല. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഞാൻ എഴുതുന്നു, അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ബാങ്ക് എഴുതുന്നു. ഓക്കെ, അങ്ങനെ ഒരുപോലെ പോകുന്ന സാധനങ്ങളാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും, അതായത് നമ്മുടെ ക്യാഷ് ബുക്കും ബാങ്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാസ്ബുക്ക് അല്ലെ ബാങ്കിന്റെ രേഖകളിലെ എമൗണ്ട്. ഓക്കെ, അപ്പോ ഇത് ചില കാരണങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപോലെ അല്ലാതെയാവും. ചില പ്രത്യേക കാരണങ്ങൾ, എന്തൊക്കെയാണ് ആ കാരണങ്ങൾ, എന്തൊക്കെയാണ് ആ അവസ്ഥകൾ എന്ന് നമുക്ക് പറയാം. ചില കാരണങ്ങൾ, ചില പ്രത്യേക അവസരങ്ങളിൽ ചിലപ്പോൾ ഇത് മിസ്മാച്ച് ആവും. രണ്ട് ബാലൻസുകൾ കാണിച്ചേക്കാം. ഞാൻ പറയുന്നു എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 ഉണ്ടെന്ന് ഞാൻ പറയുന്നു. എന്റെ രേഖകൾ പരിശോധിച്ച് ബാങ്കിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ 10,000 പകരം അവിടെ ഒരു 15,000 ഉണ്ടാവുന്നു, അല്ലെങ്കിൽ 5,000 ഉണ്ടാവുന്നു. വ്യത്യാസം സംഭവിക്കും. ഇങ്ങനെ ചില പ്രത്യേക അവസരങ്ങളിൽ ചില അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ബാങ്ക് അക്കൗണ്ടും പാസ്ബുക്കും നമ്മുടെ ക്യാഷ് ബുക്കും നമ്മുടെ പാസ്ബുക്കും ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലെ ഡീറ്റെയിൽസും പാസ്ബുക്കിൽ ബാങ്ക് എഴുതി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസും തമ്മിൽ സാമ്യതകളില്ലാതെ വരും, ഡിഫറെന്റ് ആയി വരും. ഇത് അങ്ങനെ ഡിഫറെന്റ് ആയി വരുന്ന സാധനമല്ല. ഒരു സാധനത്തിന്റെ 2 കോപ്പികളാണ്, ഒരു സംഭവത്തിന്റെ 2 കോപ്പികളാണ്. ഓക്കെ, ഇത് അങ്ങനെ ഒരേപോലെ ആയി വർക്ക് ചെയ്യേണ്ടതാണ്, ഒരേപോലെ ഉണ്ടാവേണ്ടതാണ്. ചില സമയങ്ങളിൽ ഇത് ഡിഫറെന്റ് ആയി വരും. അങ്ങനെ ഡിഫറെന്റ് ആയി വരുമ്പോൾ ഇതിനെ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോർമൽ കേസിൽ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഒരേ ബാലൻസുകളാണ് കാണിക്കേണ്ടത്, ഒരേ ട്രാൻസാക്ഷൻസിന്റെ കോപ്പികളാണ് ക്യാഷ് ബുക്കും പാസ്ബുക്കും. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളവും പാസ്ബുക്കും ഒരേ ട്രാൻസാക്ഷൻസ് കാണിക്കേണ്ട, ഒരേ ഡേറ്റിന് ചേഞ്ച് ഇല്ലാതെ പോകുന്ന ഒരേപോലെയുള്ള 2 ഡോക്യുമെന്റുകളാണ്. ഓക്കെ, ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവ തമ്മിൽ ബന്ധമില്ലാതെ ആയിപ്പോകും, ഇവ തമ്മിൽ ഒരേപോലെ അല്ലാതെ ആയിപ്പോകും. ഇങ്ങനെ ഒരേപോലെ അല്ലാതെ ആയ ഇവയെ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് അക്കൗണ്ട് ഹോൾഡർ, ബാങ്ക് അല്ല അക്കൗണ്ട് ഹോൾഡർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ 2 രീതിയിലായി പോയത് എന്ന് മനസ്സിലാക്കി അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി ഇവയെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപിളി പറഞ്ഞാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്ന ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും ഈക്വൽ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതാണ് ബാങ്ക്. എന്തിനാണ് ഇങ്ങനെ 2 രീതിയിൽ പോകുന്ന ആളുകൾ 2 രീതിയിൽ പോകുന്ന ഈ ബാലൻസ് പാസ്ബുക്കിനെയും ക്യാഷ് ബുക്കിനെയും ഈക്വൽ ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനിടയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കാം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു നോക്കുക, അക്കൗണ്ടിംഗ് യൂസറിന് ഒരു വിവരം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പറയുന്നത് 10,000 രൂപ ബാങ്കിലുണ്ടെന്ന്, ബാങ്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ 8,000 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പാസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു വിവരമായി പോകും. മാത്രമല്ല ഈ സമയത്ത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ബാലൻസ് ഷീറ്റും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഏത് തൂക്കിയെടുക്കും? നമ്മുടെ കയ്യിൽ കാണുന്ന തൂക്കിയെടുക്കുമോ, ബാങ്കിൽ കാണുന്ന തൂക്കിയെടുക്കുമോ? അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതിനെ ഈക്വൽ ആക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, പീരീഡുകൾ, അക്കൗണ്ടിങ് പീരീഡുകൾ പാസ് ചെയ്ത് പോവാണ്, ഫൈനൽ അക്കൗണ്ടിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പോവാണ്, നമ്മൾ സർക്കാരിലേക്ക് ഒരു വിവരം കൊടുക്കാൻ പോവാണ്. അങ്ങനെയുള്ളൊക്കെ സമയത്ത് നമ്മുടെ രേഖകൾ നോക്കിയിട്ട് നമ്മളൊരു വിവരം കൊടുക്കുന്നു, ബാങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത വിവരം തെറ്റാണെന്ന് ബാങ്ക് പറയുന്നു. ഓക്കെ, ഇനി ബാങ്കിലുള്ള വിവരങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു കൊടുക്കുന്നു, നമ്മുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത് രണ്ടും കൂടി 2 മിസ്മാച്ച് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്ന സമയത്ത് ഒരാളിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ ഇവയെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, അപ്പൊ നോർമലായി ഒരുമിച്ച് ഒരേ ബാലൻസുകൾ കാണിച്ച് ഒരേ ട്രാൻസാക്ഷനെ ഒരേപോലെ രേഖപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാസ്ബുക്കും ക്യാഷ് ബുക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാലൻസുകൾ കാണിച്ചേക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാലൻസുകൾ കാണിക്കുമ്പോൾ ഇവയെ ചില അഡ്ജസ്റ്റ്മെന്റിലൂടെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കാം നമുക്ക്. ക്യാഷ് ബുക്ക് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടില് 10,000 രൂപയാണ് ഉള്ളത്. നമ്മുടെ അക്കൗണ്ടില് 10,000 രൂപയാണുള്ളത് എന്ന് വിചാരിക്കും. ഓക്കെ, ബാങ്ക് ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. ബാങ്ക് ഇത് എഴുതി വെച്ചിട്ടുള്ളത് പാസ്ബുക്കിലാണ്. പാസ്ബുക്കിൽ നോക്കുമ്പോഴും 10,000 രൂപ തന്നെയാണ്. ബാങ്കിന്റെ ഡോക്യുമെന്റ് ആണ് പാസ്ബുക്ക്. പാസ്ബുക്കിൽ അത് ബാങ്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ബാങ്കിന്റെ രേഖകളില് 10,000 രൂപയാണുള്ളത്. ഓക്കെ, ഈ അവസരത്തില് നമ്മൾ ഒരാൾക്ക് 2,000 രൂപയുടെ ഒരു ചെക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇതിപ്പോ നടക്കുന്നത് ജനുവരി 1-നാണ്. ഓക്കെ, ജനുവരി 1-നാണ്. ഈ അവസരത്തില് നമ്മള് 10,000 രൂപയുടെ ചെക്ക് 2,000 രൂപയുടെ ചെക്ക് ഒരാൾക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ആ നിമിഷം തന്നെ നമ്മള് എന്ത് എഴുതി വയ്ക്കുന്നു? ഇനി എന്റെ ബാങ്കിൽ 8,000 രൂപയാണ് ഉള്ളത് എന്ന് എഴുതി വയ്ക്കുന്നു. ഓക്കെ, ആ 10,000 രൂപ ചെക്ക് 2,000 രൂപയുടെ ചെക്ക് ആ 10,000 രൂപ ബാലൻസ് ഉള്ളത് നമ്മളൊരാൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടില് 8,000 രൂപയാണ് ഉള്ളത് എന്ന് നമ്മൾ എഴുതി വയ്ക്കും. ഓക്കെ, ഈ ചെക്കുമായി ഇയാള് ജനുവരി 20-ാം തീയതിയാണ് ബാങ്കിൽ എത്തുന്നത്. കുറെ ദിവസം കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നു. അപ്പൊ ഈ ചെക്കുമായിട്ട് ഇയാൾ ബാങ്കിൽ എത്തുന്നത് ജനുവരി 20-നാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ജനുവരി 1 മുതൽ 20 വരെയുള്ള ഈ 19 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നമ്മൾ പറയുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 8,000 രൂപയാണുള്ളതെന്ന്, ബാങ്ക് പറയുന്നു അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപയാണുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. ഇയാൾക്ക് ചെക്ക് കിട്ടി അന്ന് തന്നെ ബാങ്കിൽ പോയിട്ട് അത് വാങ്ങിപ്പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെക്ക് കിട്ടിയാൽ നമുക്ക് സൗകര്യമുള്ള സമയത്ത് കുറച്ച് ദിവസം അതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇയാള് 10-20 ദിവസം കഴിഞ്ഞാണ് ആ ബാങ്കിൽ ചെക്ക് പ്രസന്റ് ചെയ്തത്, അല്ലെങ്കിൽ അയാളുടെ ബാങ്കിൽ പോയിട്ട് അവർക്ക് പാസ് ചെയ്തിട്ടൊക്കെ സ്വന്തം ബാങ്കിൽ എത്തിയതായിരിക്കണം. എന്തായാലും 20-ാം തീയതിയാണ് അയാൾ ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്തത്. ഈ 20 ദിവസവും ഇത് തമ്മിൽ മാച്ച് ഇല്ലാതെ ബാങ്ക് പറയുന്നു ഈ 10,000 രൂപയുടെ ഇയാളുടെ അക്കൗണ്ടിൽ, നമ്മൾ പറയുന്നു ഇല്ല 8,000 രൂപയാണുള്ളതെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസ് നമ്മളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ പറയും 8,000 രൂപയാണ് അക്കൗണ്ടിലുള്ളത്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ, എന്റെ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 8,000 രൂപയുണ്ടെന്ന് നമ്മൾ പറയുന്നു. ബാങ്കിൽ പോയി അത് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായാൽ ബാങ്ക് പറയും അയാളുടെ അക്കൗണ്ടിൽ 10,000 രൂപയുണ്ട്. അപ്പൊ നമ്മള് ഈ സമർപ്പിച്ച ഇൻഫർമേഷൻ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ തെറ്റാണ് എന്ന അവസരത്തിലേക്ക് വരും. നമ്മൾ ലീഗൽ ആക്ഷൻ തന്നെ നമ്മൾ വിധേയമാക്കി വരും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ ഇയർ എൻഡിങ് വരുന്നു, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിപ്പോർട്ട് ചോദിക്കുന്നു, ഏതെങ്കിലും ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, ടാക്സ് ഓഫീസിന്റെ മുന്നിൽ റിട്ടേൺ സമർപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുമ്പോൾ നമുക്ക് ഇവയെ ഈക്വൽ ആക്കിയെടുക്കും. ഓക്കെ, അങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ മതി. നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് നമുക്ക് 2,000 രൂപ കുറച്ചിട്ട് ഇതിനെ 8,000 എന്ന് നമുക്ക് വേണമെങ്കിൽ ആക്കാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് പാസ്ബുക്കുമായി വരുത്തിയിട്ടാക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇതിനോട് കൂടിയിട്ട് നമുക്ക് 2,000 രൂപ ചെക്ക് ബാങ്കിൽ അയാൾ കൊണ്ടുപോകാത്തതാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് 2,000 രൂപ കൂടി കൂട്ടിയിട്ട് ഇതിനെ 10,000 ആക്കിയിട്ട് നമുക്ക് ഈക്വൽ ആക്കാം. അങ്ങനെ ഏത് വിധേനയെങ്കിലും ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇപ്പൊ പാസ്ബുക്കിലെ ബാലൻസ് ഈക്വൽ ആവാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പൊ മനസ്സിലായല്ലോ. ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, പക്ഷെ അയാൾ അത് ബാങ്കിൽ പോയി പ്രസന്റ് ചെയ്തിട്ടില്ല. അതാണ് കാരണം. ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഈ കാരണം സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടായി. ഒന്നില്ലെങ്കിൽ ഇതിനെ 8,000 ആക്കിയിട്ട് ഈക്വൽ ആക്കാം. കേട്ടോ, ഇതിനെ 8,000 ആക്കിയിട്ട് നമുക്ക് ഈക്വൽ ആക്കാം. അല്ലെങ്കിൽ ഇതിനെ 10,000 ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആക്കാം. ഒന്നില്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തിയിട്ട് ഇതിനെയും 8,000 ആക്കാം, അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തിയിട്ട് ഇതിനെ 10,000 ആക്കിയിട്ട് ഈക്വൽ ആക്കാം. ഏതെങ്കിലും ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെയും പാസ്ബുക്കിനെയും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്
ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് അങ്ങനെ സംഭവിക്കാനുള്ള, ഇങ്ങനെ മിസ്മാച്ച് വരാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, ഇവ തമ്മിൽ ഈക്വൽ അല്ലാതെ ആയി പോകാനുള്ള ഒരു റീസൺ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കിന്റെ പാസ്ബുക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്യാഷ് ബുക്കും ഡിഫറന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിച്ച് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആ സമയത്ത് ഇവയെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും ഡിഫറന്റ് ആക്കാനുള്ള, മിസ്മാച്ച് ആക്കാനുള്ള ഒരു കാരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവുന്നത്? അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്. അതായത് നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു, അയാള് ആ ചെക്കുമായി ബാങ്കിൽ പോയി കളക്ഷൻ പണം വാങ്ങിയിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ 20 ദിവസത്തെ ഡിഫറൻസ് വന്നു. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു, അയാൾ ബാങ്കിലെത്തി പണം കളക്ട് ചെയ്യാൻ ഒരു ഡ്യൂറേഷൻ വരും. ആ കാലയളവിൽ ഈ ബാങ്കിന്റെ പാസ്ബുക്കും ക്യാഷ് ബുക്കും ഡിഫറന്റ് ആയിട്ടുള്ള ബാലൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്ന ആ നിമിഷം തന്നെ പൈസ മൈനസ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ബാങ്ക് എഴുതുന്നത് ഇയാൾ ചെക്കുമായി ബാങ്കിലെത്തി പൈസ വാങ്ങി പോകുമ്പോഴാണ് ബാങ്ക് എഴുതുന്നത്. അപ്പൊ ഇതിനൊരു കാലയളവ് വരുന്നു. അതായത് ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, പക്ഷെ അയാൾ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നില്ല. ഇത് മിസ്മാച്ച് ഉണ്ടാവാനുള്ള രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ബാലൻസ് കാണിക്കാനുള്ള ഒരു കാരണമാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. അതാണ്. രണ്ടാമത്തത് നേരെ തിരിച്ച് ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. നമ്മളൊരാൾക്ക് ചെക്ക് കിട്ടുന്നു. ഓക്കെ, ആദ്യത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്നാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മളൊരാൾക്ക് ചെക്ക് കൊടുക്കുന്നു, അയാൾ ആ ചെക്കുമായി ബാങ്കിൽ പോകുന്നില്ല. ഡിഫറന്റ് വരുന്നു, രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ബാലൻസ് കാണിക്കുന്നു. രണ്ടാമത്തെ കാരണം ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. നമുക്ക് ചെക്ക് കിട്ടുന്നു, നമ്മളൊരാൾക്ക് ചെക്ക് കിട്ടുന്നു. ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ചെക്ക് റിസീവ്ഡ് ഫ്രം ചന്ദ്രൻ എന്ന് ആ പറയുന്ന ആ നിമിഷം തന്നെ ജേണൽ എൻട്രിയിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചന്ദ്രൻ എന്ന് എഴുതുന്നു. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ചന്ദ്രനെ പോസ്റ്റ് ചെയ്ത് എമൗണ്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇത് ബാങ്ക് നമ്മൾ 10,000 രൂപ ബാലൻസ് ഉള്ള സമയത്ത് ഒരാളിൽ നിന്ന് ചെക്ക് 5,000 രൂപയുടെ ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ 10,000 പ്ലസ് 5,000 15,000 എന്ന് എഴുതി വെക്കും. അപ്പൊ നമ്മുടെ രേഖപ്രകാരം 15,000 രൂപ അക്കൗണ്ടിലുണ്ട്. എന്നാൽ ഈ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്ത് അത് നമുക്ക് തന്ന ആളുടെ ബാങ്കിലേക്ക് അയച്ച് അവിടെ നിന്ന് കളക്ഷൻ ആയി വന്നാൽ മാത്രമേ ബാങ്കിൽ എഴുതൂ. ഇതിനെടുക്കുന്ന കാലയളവ് ചിലപ്പോൾ 10, 20, 25 ഒരു മാസമൊക്കെ ആയേക്കാം. ഇത്രയും കാലങ്ങളിൽ നമ്മൾ പറയുന്നു നമ്മുടെ കയ്യിൽ 15,000 ഉണ്ട്, ബാങ്ക് പറയുന്നു നമ്മുടെ കയ്യിൽ 10,000 ഉള്ളൂ. അപ്പോ രണ്ടാമത്തെ കാരണമാണ് ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. സെക്കൻഡ് റീസൺ പഠിക്കണം, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് കിട്ടി, പക്ഷെ പൈസ കിട്ടിയിട്ടില്ല, ബാങ്ക് പോയി പൈസ കിട്ടിയില്ല. ചെക്ക് കിട്ടുമ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ എഴുതും, പക്ഷെ പാസ്ബുക്കിൽ ക്യാഷ് കിട്ടുമ്പോഴാണ് എഴുതുക. അപ്പൊ ഈ കാലയളവിൽ ഇത് ഡിഫറന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിച്ചേക്കാം. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അത് പക്ഷെ നമ്മൾ അറിയുന്നത് ക്രെഡിറ്റ് ചെയ്തു നമ്മൾ അറിയുന്നത് നമ്മൾ പിന്നീട് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ബാങ്ക് തന്നെ നമ്മളെ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടൊന്നുമല്ല ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ 10,000 രൂപയുള്ള സമയത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് 12,000 രൂപയാണെന്ന് ബാങ്ക് എഴുതി വെക്കും. 10,000 പ്ലസ് ഇൻട്രസ്റ്റ് 12,000 ആണെന്ന് ബാങ്ക് എഴുതി വെക്കും. നമ്മുടെ കണക്കിൽ ഇപ്പോഴും 10,000 രൂപ തന്നെയായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും, നമ്മളിത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മുടെ പുസ്തകത്തില് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു കാരണമാണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇതുപോലെ തന്നെ അടുത്ത കാരണമാണ് ചെക്ക് ഡിസോണർ. നമുക്ക് ചെക്ക് കിട്ടുന്നു, പക്ഷെ ചെക്കിന്റെ പൈസ കിട്ടാതെ അത് ഡിസോണർ ആവുകയാണ്. ചെക്ക് ഡിസോണർ എന്ന് പറഞ്ഞാൽ ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കിട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലൻസ് കൂട്ടി എഴുതുന്നു. ബാങ്ക് ഇത് കൂട്ടി എഴുതണമെങ്കിൽ പൈസ കിട്ടണം, പൈസ കിട്ടുന്നില്ല, ഡിസോണർ ആവുന്നു ചെക്ക്. ബാങ്ക് കൂട്ടി എഴുതുന്നില്ല, പക്ഷെ നമ്മൾ കൂട്ടി എഴുതി വെച്ച് പോയി. അപ്പൊ നമ്മുടെ അക്കൗണ്ടുകൾ തമ്മിൽ മിസ്മാച്ച് ആവും, ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഒരുപോലെ അല്ലാതെ വരുന്നു. അതാണ് ചെക്ക് ഡിസോർഡർ. അതുപോലെ തന്നെ അടുത്ത കാരണമാണ് ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ബാങ്ക്. ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ബാങ്ക്. നമുക്ക് തരാനുള്ള ഒരു പൈസ നമ്മളെ അറിയിക്കാതെ ഒരാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. നമുക്ക് തരാനുള്ള പൈസ നമ്മളെ അറിയിക്കാതെ ഒരാൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പൊ ബാങ്കിലുള്ള പൈസ കൂടുന്നു,
നമ്മളിത് അറിയാത്തത് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ കണക്ക് പ്രകാരം അത് കുറഞ്ഞു തന്നെ നിൽക്കുന്നു. മനസ്സിലായി? നമുക്ക് തരാനുള്ള പൈസ നമ്മൾ അറിയിക്കാതെ, നമുക്ക് എൻട്രി ഇടാനുള്ള സംവിധാനം ഇല്ലാതെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പൊ ബാങ്കിലുള്ള പൈസ ഓട്ടോമാറ്റിക്കലി കൂടി. 10,000 ഉള്ളത് 15,000 നമ്മുടേത് 10,000 തന്നെ ആയി നിൽക്കുകയാണ്. ഇത് ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് നമ്മൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് വേണം നമ്മളത് മാറ്റാൻ. അപ്പൊ ഇത് മനസ്സിലാവാതെ നിൽക്കുന്ന ഈ സമയത്ത് ഇത് രണ്ടും ഈക്വൽ അല്ലാതെ ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ബാങ്ക്, നമ്മുടെ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നു. അടുത്തത് പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ കസ്റ്റമേഴ്സ്. പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ കസ്റ്റമേഴ്സ്. ഈ പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല് ബാങ്ക് നമ്മുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ ബാങ്കിന്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോ ബാങ്ക് ഏജൻസി സർവീസസ് ചെയ്യും. ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഏജൻസി സർവീസസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് മാസം കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെല്ലിൽ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിനെ ഏൽപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കറണ്ട് ബില്ല് എന്റെ വീട്ടിലേക്ക് അയക്കേണ്ട, നിങ്ങൾ ബാങ്കിനെ സമീപിച്ചോളൂ, ബാങ്ക് പേ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ നൽകി വെക്കാം, സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകി വെക്കാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണ്ടി ബാങ്ക് കറണ്ട് ബില്ല് അടയ്ക്കും. പക്ഷെ നമ്മളിത് അറിയില്ല. അപ്പൊ ബാങ്കിലെ പൈസ കുറഞ്ഞിട്ടും നമ്മുടെ കയ്യിൽ നമ്മൾ വിശ്വസിക്കുന്ന പൈസ, നമ്മുടെ അക്കൗണ്ടിലെ പൈസ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അക്കൗണ്ടിലെ പൈസ കൂടിയിട്ട് നിൽക്കും. ഓക്കെ, ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് പേയ്മെന്റുകൾ നടത്തും. അതുപോലെ ബാങ്ക് ചാർജസ്, ബാങ്ക് SMS അയക്കുന്നതിന്, ATM ഉപയോഗിക്കുന്നതിന്, എന്തെങ്കിലും NEFT ഫണ്ട് ട്രാൻസ്ഫറിനെല്ലാം ബാങ്ക് ചാർജസ് എടുക്കുന്നു. ഓക്കെ, നമ്മളോട് ഒന്ന് പറഞ്ഞിട്ടല്ല എടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് പിടിച്ചു പോകും. പിന്നീട് നമ്മൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് പിന്നീട് വിവരങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മൾ വിചാരിച്ചത്ര പൈസ ബാങ്കിൽ ഇല്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ വന്നിട്ട് തിരുത്തലുകൾ വരുത്തണം. അതുവരെ ഇത് ഡിഫറെന്റ് ആയിരിക്കും ബാങ്ക് ചാർജസ്. അതുപോലെ ബില്ലുകൾ, നമുക്ക് ബിൽസ് റിസീവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കളക്ഷന് വേണ്ടിയായിരിക്കും. അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പൈസ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുന്ന അതേപോലെ തന്നെ ബില്ലുകളുടെ പൈസ കിട്ടിയെന്ന് എഴുതി വെക്കും. പക്ഷെ ബാങ്ക് അത് അയച്ചു നോക്കുമ്പോൾ ആ ബില്ല് ഡിസോണർ ആയതായിരിക്കും, ബാങ്കിൽ പൈസ കൂടില്ല. ഓക്കെ, ആ സമയത്തും നമ്മുടെ മിസ്മാച്ച് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കാരണങ്ങളാണ്. ഒന്നുകൂടി പറയാം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് കൊടുത്തു പക്ഷെ അയാൾ ബാങ്കിൽ പോയിട്ടില്ല, രണ്ട് ഡിഫറൻസ് കാണിക്കുന്നു. ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്ടഡ്. ചെക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ചെക്കിന്റെ മുകളിൽ പൈസ കിട്ടിയിട്ടില്ല ബാങ്കില്, അതും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ ചെക്ക് കിട്ടുമ്പോൾ തന്നെ പൈസ കിട്ടി എന്ന് എഴുതി വെക്കുന്നതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ബാലൻസുകൾ കാണിക്കും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് തന്നതാണ്, ബാങ്ക് ഇൻട്രസ്റ്റ് തന്നതാണ്, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ബാങ്കിലെ പൈസ കൂടി നമ്മുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞുമാണ് കാണിക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ബാലൻസുകൾ കാണിക്കും. ചെക്ക് ഡിസോണേർഡ്. നമ്മൾ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ കൂട്ടി എഴുതി വെച്ച ഒരു ചെക്ക് ബൗൺസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ബാങ്ക് എഴുതില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കും. ഇവിടെ കൂടിയിട്ടും അവിടെ കുറഞ്ഞിട്ടുമായിരിക്കും, തെറ്റായിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്നു. ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്. ബാങ്ക് നമുക്ക് വേണ്ടി പേയ്മെന്റ് അല്ല, ബാങ്കിലേക്ക് നമ്മുടെ ഒരു കസ്റ്റമർ ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ബാങ്ക്. നമ്മുടെ ഒരു കസ്റ്റമർ ബാങ്കിലേക്ക് പൈസ ഇട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ബാങ്കിലെ പൈസ കൂടിയും നമ്മുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞിട്ടുമായിരിക്കും, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കും. പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്. നമുക്ക് വേണ്ടി ബാങ്ക് പേയ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരു പേയ്മെന്റ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, കറണ്ട് ബിൽ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റെന്റ് അടച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല ആ കാര്യം. എത്രയാണ് റെന്റ്, എത്രയാണ് അടച്ചതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ബാങ്കുമായി നേരിട്ടാണ് ആ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കൂടുതലും ബാങ്കിൽ കുറവായിരിക്കും, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ്. ബാങ്ക് നമുക്ക് തരുന്ന സേവനങ്ങൾക്ക് ബാങ്ക് എടുക്കുന്ന ചാർജ് ആണ് ബാങ്ക് ചാർജസ്. അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് എടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളത് അറിയുന്നത് വരെ, നമ്മുടെ പാസ്ബുക്ക്, നമ്മുടെ ക്യാഷ് ബുക്കിലും ആ എൻട്രി കയറുന്നത് വരെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ റിസീവ് ചെയ്തിട്ടുള്ള ബില്ലുകൾ, ബിൽസ് റിസീവുകൾ ചിലപ്പോൾ ഡിസോണർ ആയേക്കാം. ഓക്കെ, ബാങ്ക് ഡിസോണർ ആയതുകൊണ്ട് കൂട്ടി എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ ബില്ല് കിട്ടുമ്പോൾ തന്നെ അത് കൂട്ടി എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കും. അപ്പൊ ഇത്രയുമാണ്, ഈ 8 മിസ്മാച്ച് വരാനുള്ള, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ, ഒരേപോലെ ബാലൻസ് വരേണ്ട ഈ ഐറ്റംസ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കാനുള്ള കാരണങ്ങൾ ഇത്രയുമാണ് അതിനുള്ള കാരണങ്ങൾ. ഈ 8 വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ബാങ്ക് റീകൺസിലിയേഷന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഒന്നിലെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ക്യാഷ് ബുക്കിന്റെ ബാലൻസിനെ നമ്മൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് കൊണ്ടുപോയിട്ട് പാസ്ബുക്കിന്റെ ബാലൻസുമായിട്ട് ഈക്വൽ ആക്കണം. ഇനിയല്ല, നിങ്ങൾ തിരിച്ച്
ക്യാഷ് പാസ്ബുക്കിന്റെ ബാലൻസിനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസുമായിട്ട് ഈക്വൽ ആക്കാം. എന്താണെങ്കിലും ഇതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. എങ്ങനെ ചെയ്തിട്ട് ഈക്വൽ ആക്കി വെച്ചാലും ഇതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയി വരും. ചില കാര്യങ്ങൾ നമ്മൾ അറിയുകയും ഡിസോണർ ആയി നമ്മൾ അറിയുകയും ചെക്ക് ബില്ല് ഡിസോണർ ആയി നമ്മൾ അറിയുകയും അതുപോലെ ബാങ്ക് ചാർജസ് എടുത്തിട്ടുണ്ട് നമ്മൾ അറിയുമ്പോൾ എൻട്രി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയി വരും. പക്ഷെ ഇത് ടൈം ബൗണ്ട് ആയിട്ട് ആ പെർട്ടിക്കുലർ ഡേറ്റിനൊന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീകൺസിലിയേഷൻ ചെയ്യുന്നത്. അപ്പൊ റീകൺസിലിയേഷന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. റീകൺസിലിയേഷൻ ഈ മിസ്മാച്ച് ഉണ്ടാവാനുള്ള ഒരുപോലെ അല്ലാതെയായി വരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്നില്ലെങ്കിൽ ഈ കാരണങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. ചിലപ്പോൾ ഈ ടൈമിംഗ് ഡിഫറൻറ്റ് വരികയാണ്. നമ്മൾ കൊടുത്തത് ഒരു സമയത്തും അയാൾ ബാങ്ക് പോയത് വേറൊരു സമയത്തുമായപ്പോൾ ഉണ്ടായിരുന്ന ടൈമിംഗ് ഡിഫറൻസ് ആണ് ഈ കാരണങ്ങളിൽ പലതും. ഓക്കെ, നമ്മൾ ചെക്ക് കൊടുത്തു, അയാൾ അവിടെ എത്തിയിട്ടില്ല, അത് ഒരു സമയത്തിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ടാണ്. പിന്നെ ചില തെറ്റുകളുണ്ട് കൂടുതൽ. അപ്പോ ചിലപ്പോൾ ടൈമിംഗ് ഡിഫറൻസ് ആവാം, അല്ലെങ്കിൽ എറേഴ്സ് ആവാം. ഒന്നിലും ബാങ്ക് കമ്മിറ്റ് ചെയ്യുന്ന എറേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ കമ്മിറ്റ് ചെയ്ത എറർ ആവാം, അല്ലെങ്കിൽ ടൈമിംഗിന്റെ ഡിഫറൻസ് ആവാം. ഉദാഹരണത്തിന് ഇപ്പൊ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്ടഡ് എന്ന് പറയുന്ന ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഒരാൾക്ക് ചെക്ക് കൊടുത്തു, അയാൾ ബാങ്കിൽ പോയിട്ടില്ല, നമ്മൾ അന്ന് തന്നെ പോകുന്നു പ്രതീക്ഷിച്ചതാണ്, അയാൾ ബാങ്കിൽ പോയിട്ടില്ല, അയാൾ ബാങ്കിൽ പോകുന്ന അന്ന് വരെ ഇത് ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസ് ആണ്. ഓക്കെ, അത് ടൈമിംഗ് ഡിഫറൻസ് ആണ്. എന്നാൽ ഒരാള് ബാങ്കിലേക്ക് പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അതൊരു എററാണ്. അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അയാൾ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് വേണ്ടി പേയ്മെന്റ് നടത്തിയത് നമ്മൾ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ തന്നെ 1000 രൂപ കൊടുത്തിട്ട് നമ്മൾ 10,000 എന്ന് രേഖപ്പെടുത്തി വെച്ചേക്കാം, അപ്പോഴും ബാലൻസ് തെറ്റ് വരും. ഓക്കെ, അങ്ങനെയൊക്കെ എറേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് മിസ്മാച്ച് വരും. ഇപ്പൊ ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ ഡിഫറൻസ് വരും. ചില എറേഴ്സ് സംഭവിക്കുമ്പോഴും ഡിഫറൻസ് വരും. 8 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോസസ്സിംഗ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരാൾ 100-ലും ഒരാൾ 50-ലും നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ 50-ൽ നിൽക്കുന്ന ആളെ ഉന്തി കൊണ്ടുപോയി 100-ൽ എത്തിച്ച് ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ 100-ൽ നിൽക്കുന്ന ആളിൽ നിന്ന് എന്തൊക്കെയോ കട്ട് ഷോട്ട് ചെയ്ത് കൂട്ടാൻ കുറയ്ക്കാനുള്ളതൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ട് 50-ൽ എത്തിച്ചിട്ടും ഈക്വൽ ആക്കാം. രണ്ടും ഈക്വൽ ആക്കുന്നതും അങ്ങനെ രണ്ട് രീതിയിലും ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ പാസ്ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പാസ്ബുക്കിനെ മുകളിൽ എടുത്തു വെച്ചിട്ട് പാസ്ബുക്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവന്നിട്ട് അതിനെ ക്യാഷ് ബുക്കിന് ഈക്വൽ ആക്കാം. അല്ലെങ്കിൽ ക്യാഷ് ബുക്കിനെ എടുത്തു വെച്ചിട്ട് ക്യാഷ് ബുക്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിനെ എന്താക്കി മാറ്റാം, പാസ്ബുക്കിന് ഈക്വൽ ആക്കി മാറ്റാം. രണ്ട് രീതിയിലും ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ചില ഐറ്റംസ് പാസ്ബുക്കിൽ കുറയ്ക്കേണ്ടതും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ കൂട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഐറ്റംസ് ഉണ്ട്. നോക്കാം, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഐറ്റംസില് നിങ്ങളിപ്പോ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്നൊക്കെ പറയും. ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ബൈ കസ്റ്റമർ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്തു, ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്ന ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് പറയുന്ന ഈ സാധനം, അതുപോലെ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ക്യാഷ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ അത് കൂട്ടാണ് വേണ്ടത്. നമ്മൾ ക്യാഷ് ബുക്കിനെ മുകളിൽ എടുത്തു വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഈ 3 ഐറ്റംസിൽ 4 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ക്രെഡിറ്റഡ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, കമ്മീഷൻ ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, ഈ ഐറ്റംസ് നിങ്ങൾ ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ അതിനോട് കൂട്ടാണ് വേണ്ടത്. ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസിനോട് കൂട്ടാണ് വേണ്ടത്. ഇനി അഥവാ നിങ്ങൾ പാസ്ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാസ്ബുക്കിൽ നിന്ന് ആ ബാലൻസിൽ നിന്ന് കുറയ്ക്കാൻ പഠിക്കുക. എക്സാമിന് ഇതുപോലെ നിങ്ങളോട് ചോദിക്കും, ക്യാഷ് ബുക്കിനോട് കൂട്ടുക, പാസ്ബുക്കിനോട് കുറയ്ക്കുക, ഇത്രയും ഐറ്റംസ്. ഓക്കെ, നിങ്ങൾ ക്യാഷ് ബുക്കാണ് ബേസ് ആയിട്ട് ടോപ്പിൽ എഴുതുന്നതെങ്കിൽ അതിനോടാണ് നിങ്ങൾ മാറ്റങ്ങൾ എഴുതാൻ ശ്രമിക്കുന്നതെങ്കിൽ ക്യാഷ് ബുക്കിനോട് കൂടി ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടത്. ഇനി അല്ല നിങ്ങൾ പാസ്ബുക്കിന്റെ ബാലൻസിൽ നിന്നാണ് പ്രോബ്ലം തുടങ്ങിയതെങ്കിൽ അതിനോട് ഇതെല്ലാം എന്ത് ചെയ്യാണ്, ഈ 4 ഐറ്റംസ് ലെസ് ചെയ്യാണ്. ഓക്കെ,
ഇനി അടുത്ത ഐറ്റംസ് നോക്കുക. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ കളക്ട് ചെയ്തിട്ടില്ല. ചെക്ക് കിട്ടി കളക്ട് ചെയ്തിട്ടില്ല. ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് കിട്ടി പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഐറ്റം. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് ചാർജസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ബാങ്ക് ചാർജസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാങ്ക് ചാർജസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്, നമുക്ക് വേണ്ടി ബാങ്ക് നടത്തിയ പേയ്മെന്റുകൾ, നമുക്ക് വേണ്ടി നടത്തിയ ഏജൻസി സർവീസ്, ചെക്ക് ഡിസോണർ എന്നീ ഐറ്റംസ്. ഒന്നുകൂടി പറയാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, അതുപോലെ ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതുപോലെ എന്തെങ്കിലും ഡെബിറ്റഡ് എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്, നമുക്ക് വേണ്ടി ബാങ്ക് നടത്തിയ പേയ്മെന്റുകൾ, ചെക്ക് ഡിസോണർ. ഇത്രയും ഐറ്റം, ഈ 5 ഐറ്റം, ചെക്ക് ഡെപ്പോസിറ്റഡ്, ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്, ചെക്ക് ഡിസോണർ, ഈ 5 ഐറ്റം ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറയ്ക്കുകയും പാസ്ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂട്ടുകയുമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ഏതാണെന്ന് നോക്കുക. ക്യാഷ് ബുക്ക് ആണെങ്കിൽ ഈ കണ്ട ഐറ്റംസ് എല്ലാം കൂട്ടിക്കൂടുക, ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചു കൂടുക. ഓക്കെ, നിങ്ങൾ പാസ്ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കുറച്ചു കൂടുക. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ കുറച്ചു കൂടുക, ഇതെല്ലാം നിങ്ങൾ അതിനോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ബുക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത് അവസാനം പാസ്ബുക്കിന് ഈക്വൽ ആക്കും. നിങ്ങൾ പാസ്ബുക്കിൽ നിന്നാണ് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ചെയ്ത് ആ ബാലൻസ് ക്യാഷ് ബുക്കിന് ഈക്വൽ ആക്കും. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണിത്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ വേഗം പറഞ്ഞിട്ടുള്ളത്. ഈ ഐറ്റംസ് ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യുകയും പാസ്ബുക്കിൽ ലെസ് ചെയ്യാൻ ചെയ്യാം. ഈ ഐറ്റംസ് ക്യാഷ് ബുക്കിൽ ലെസ് ചെയ്യുകയും പാസ്ബുക്കിൽ കൂട്ടുകയുമാണ് ചെയ്യുക, ആഡ് ചെയ്യുകയുമാണ് ചെയ്യുക. എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിനെയും ക്യാഷ് ബുക്കിൽ കാണിക്കുന്ന ബാലൻസിനെയും പാസ്ബുക്കിൽ കാണിക്കുന്ന ബാലൻസും ഡിഫറന്റ് ആവുന്ന സമയത്ത് ഇവയെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈക്വൽ ആയി നിൽക്കുന്ന സമയത്ത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല. ഇങ്ങനെ ഈക്വൽ അല്ലാതെ ആവാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ ടൈമിംഗ് ഡിഫറൻസ് ആയേക്കാം, ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിക്കുന്നതായിരിക്കാം. അവരറിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ചെയ്തത് അവരറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ചില തെറ്റുകളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അന്ന് തന്നെ അയാൾ അവിടെ പോയില്ല, നമുക്ക് കിട്ടിയ അന്ന് തന്നെ, നമുക്ക് ചെക്ക് കിട്ടിയ അന്ന് തന്നെ പൈസ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ടൈമിങ്ങിൽ വരുന്ന ചില ഡിഫറൻസ് ആയിരിക്കാം. ഓക്കെ, 8 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്നതിന്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസുകൾ കാണിക്കുന്ന 8 കാരണങ്ങളിൽ ചില ഇത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ചിലത് ക്യാഷ് ബുക്കിലൂടെ കൂട്ടേണ്ട കാരണങ്ങളും ചിലത് കുറയ്ക്കേണ്ട ഐറ്റംസുമാണ്. അതുപോലെ തന്നെ പാസ്ബുക്കിലാവുമ്പോഴും ഇതുപോലെ കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതുമായിട്ട് 4 എണ്ണമായിട്ട് നമ്മൾ അതിനെ ഡിഫറെന്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാഷ് ബുക്കിൽ നിന്ന് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പാസ്ബുക്കിന്റെ ബാലൻസ് ഈക്വൽ ആയിട്ട് അത് അവസാനിപ്പിക്കും. പാസ്ബുക്കിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി അവസാനിക്കും. ഓക്കെ, ഇതാണ് ബാങ്ക് റീകൺസിലിയേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.